ഹലോ ഓൾ ദിവ്യസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് എന്റെ ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്തതെന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എനിക്ക് വന്ന ആ ഒരു പോളിംഗ് മെജോറിറ്റി ഇൻട്രസ്റ്റഡ് ആണെന്നാണ്. സോ ഞാൻ കണ്ടിന്യൂസ്ലി ഇംഗ്ലീഷ് വീഡിയോസ് ഒന്നും അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്റെ ഒരു സമയപരിമിതിക്കുള്ളിൽ കുറച്ച് ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ കുറച്ച് ജനറൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വരുന്ന കുറച്ച് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ടൊരു ഇൻട്രോ വീഡിയോ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ പറയാം, ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറാണ്. ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. ടീച്ചർ എന്നതിലുപരി ഞാൻ റീസെന്റ് ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ കോളേജിലായിരുന്നു. സോ ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് അല്ലെങ്കിൽ ലെക്ചറാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എന്റെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ, എന്താണ് എന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഒരു പഴയ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ പോയിട്ട് കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, എന്റെ ഈ ഒരു വീഡിയോ ഇംഗ്ലീഷിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ ആണെങ്കിൽ കൂടെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മലയാളത്തിൽ തന്നെയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന മേ ബി കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ചധികം പേർ മേ ബി സാധാരണക്കാരായിരിക്കാം. അവർക്ക് ചിലപ്പം ഒരു കംപ്ലീറ്റ്ലി ഉള്ള ഇംഗ്ലീഷിലുള്ള വീഡിയോ ചിലപ്പം മനസ്സിലായിന്ന് വരില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാനൊരു മിക്സഡ് ആയിട്ട് സംസാരിച്ച് മാക്സിമം മലയാളത്തിൽ തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ പറയട്ടെ, ഇത് കൂടാതെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ CBSE സ്കൂൾസിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ഉള്ള സ്കൂൾസിലോ അല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ സാധാരണ ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ഒരു പക്ഷേ നിങ്ങൾ ഇതിൽ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം പല ഡൗട്ട്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ, അവർക്ക് എഴുതാൻ പറ്റുമോ, അവർക്ക് കേട്ടാൽ മനസ്സിലാവുമോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെ പഠിച്ചു വന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെ എന്താ പറയാ, നമ്മുടെ ആ ഒരു ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരാം, നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡേ ബൈ ഡേ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അന്നത്തെ എന്റെ വീട്ടിലെ സിറ്റുവേഷൻസ് കൊണ്ട് പിന്നെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ട് തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിൽ അതൊക്കെ എന്ന് പറയുന്നത് ഒരു വളരെ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പോഷ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോവുക എന്നുള്ളതൊക്കെയായിരുന്നു അന്ന് ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയായിരുന്നു. അപ്പം എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിച്ചു എന്ന് പറയുമ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുന്ന ചില ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ സെയിം പ്രായമുള്ള കുട്ടികളെ, മേ ബി അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരായിരിക്കാം, അതല്ല എങ്കിൽ നമ്മുടെ കൂടെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള ആൾക്കാരോടൊക്കെ വളരെ അധികം റെസ്പെക്റ്റും അതുപോലെ വളരെ അഡ്മയർ ചെയ്തിരുന്ന ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ടീച്ചേഴ്സ് ആവാം, ഈവൻ മലയാളം മീഡിയത്തിൽ തന്നെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആരാധന തന്നെയായിരുന്നു. മേ ബി എന്റെ ലാംഗ്വേജിനോടുള്ള, ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലാംഗ്വേജ് എന്ന് പറയുമ്പം വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. അത് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ. പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ആണെങ്കിലും ഈവൻ മലയാളം ആണെങ്കിലും എന്റെ മദർ ടങ്ങിൽ തന്നെ ഞാൻ 100 ഔട്ട് ഓഫ് 100 ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട്, ഈവൻ മലയാളത്തിൽ. അപ്പോൾ ഹിന്ദി ആണെങ്കിലും നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന ഹിന്ദി ആണെങ്കിൽ കൂടെ എനിക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു ഏരിയ ആയിരുന്നു. അതേസമയം എനിക്ക് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കം എന്നുള്ള നിലയ്ക്ക് പറയാണ്, നിങ്ങൾക്കറിയാമായിരിക്കുന്നു ഇന്നിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിലും ഒരു ക്ലാസ്സിലിരിക്കുന്ന ഓരോ കുട്ടികളും, ഇപ്പൊ 50 കുട്ടികളുണ്ടെങ്കിൽ ഈ 50 കുട്ടികൾക്കും പലതരത്തിലുള്ള ഇൻട്രസ്റ്റും ടേസ്റ്റും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ചില കുട്ടികൾ ചിലപ്പം ലാംഗ്വേജിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യും, ചിലപ്പം മാത്സിലായിരിക്കാം, ചിലപ്പോൾ വേറെ സബ്ജക്ട്സിലായിരിക്കാം, ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല. അക്കാഡമിക്സിൽ അവർ വളരെ വീക്കായാലും ചിലപ്പോൾ അവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇപ്പൊ സ്പോർട്സ് ആയിക്കോട്ടെ ആർട്സ് ആയിക്കോട്ടെ, അവർ നന്നായിട്ട് സ്കോർ ചെയ്യും. അപ്പം നിങ്ങളിത് പാരന്റ്സ് ആണ് കാണുന്നതെങ്കിൽ ഏതിലാണോ ആ കുട്ടിക്ക് ടേസ്റ്റ് ഉള്ളത്, ടാലന്റ് ഉള്ളത്, അത് കണ്ടുപിടിച്ചിട്ട് അവരെ ആ ഒരു രീതിയിൽ
ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതിനൊരു ഉദാഹരണമാണ് ഞാനും. ബിക്കോസ് എൻ്റെ അമ്മ അറിയായിരിക്കും നിങ്ങൾക്ക്, അമ്മ നഴ്സിംഗ് സൂപ്രണ്ടാണ്. അപ്പം അമ്മയ്ക്ക് ഈ പണ്ട് തൊട്ടേ എന്നെ ഒരു ഡോക്ടറാക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. കാരണം ഡോക്ടർ ആയി കഴിഞ്ഞാൽ അമ്മ ഈ ഫീൽഡിലുള്ളത് കൊണ്ട് തന്നെ അമ്മയുടെ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രിവിലേജസ് എനിക്ക് കിട്ടുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ എൻട്രൻസിന്റെ പുറകെയൊക്കെ നടന്നിട്ടുണ്ട്. മെഡിക്കൽ എൻട്രൻസ്, ഓൾ ഇന്ത്യ എൻട്രൻസും കേരള എൻട്രൻസും ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഒന്നും ക്ലിയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ബിക്കോസ് ഞാൻ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയാസ് ആയിരുന്നു ഈ പറയുന്ന സയൻസ് സബ്ജക്ട്സും എല്ലാം, എസ്പെഷ്യലി മാത്സ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ചെറുപ്പം തൊട്ട് എൻ്റെ ആഗ്രഹം ടീച്ചർ ആവുക എന്നുള്ളതായിരുന്നു. അതും ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആവുക എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ പാത്ത് ചൂസ് ചെയ്തിട്ട് അതിലൂടെ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക, ടീച്ചർ ആവുക എന്നുള്ള എൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മലയാളം സാധാരണ ഒരു കുട്ടി, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നവരെ അഡ്മയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ പെൺകുട്ടി. ഇപ്പം നിങ്ങൾ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരോട് നമുക്കൊരു റെസ്പെക്ട് തോന്നും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു അഡ്മിറേഷൻ അവരോട് തോന്നാറുണ്ട് അല്ലെ? എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെയായിരുന്നു ഞാനും പഠിച്ചു വന്നിട്ടുള്ളത്. എൻ്റെ ഇംഗ്ലീഷിലേക്കുള്ള ഒരു ജേണിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ എൻ്റെ ഈവൻ ലോവർ ക്ലാസ്സസിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു പാഷൻ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു, ടീച്ചിങ്ങിലുള്ള ഒരു പാഷൻ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആ സമയം തൊട്ടിട്ട് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ടീച്ചർ ആവണം എന്നുള്ളതാണ്. അപ്പം ഒരു ഹൈസ്കൂളിലൊക്കെ എത്തിയപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ടൈമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ടീച്ചർ എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ തന്നെ ആവണം, ഞാൻ ഇംഗ്ലീഷ് സബ്ജക്റ്റ് തന്നെ ഞാൻ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പറയാം. അത് ഞാൻ ഹൈസ്കൂളിൽ നമ്മുടെ VVMHS മാറാക്കൽ, അല്ലെങ്കിൽ വാദ്യൻ വാസുദേവൻ മെമ്മോറിയൽ സ്കൂൾ വട്ടപ്പറമ്പ്, അവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്താണ് അവിടെ എൻ്റെ ക്ലാസ്സിലേക്ക് ലുബ്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീച്ചർ വന്നത്. ലുബ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് ടീച്ചർ വന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ വന്ന സമയത്ത് ടീച്ചർ കംപ്ലീറ്റ്ലി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഒരു സാധാരണ ഒരു മലയാളം മീഡിയം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പലർക്കും, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അത് മനസ്സിലാക്കാനും, ടീച്ചർ പറയുന്നത് മനസ്സിലാക്കാനും, ടീച്ചറുടെ പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാനും ഒക്കെ കുറച്ച് പാഴായിരുന്നു. പ്രത്യേകിച്ച് ടീച്ചർ യൂസ് ചെയ്യുന്ന ചില വൊക്കാബുലറി ഒക്കെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല. അപ്പൊ ആദ്യമൊക്കെ ഇനീഷ്യലി നമ്മൾ നല്ലോണം സ്ട്രഗിൾ ചെയ്തു. മാത്രമല്ല ആ ടീച്ചറുടെ പേരിൽ കംപ്ലൈന്റ് വരെ പോയിട്ടുണ്ട്. ലൈക്ക് കുറെ പേരുടെ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ടീച്ചർ ക്ലാസ് എടുക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല, ഇങ്ങനെയാണെങ്കിൽ കുട്ടികൾ നമ്മളെ എങ്ങനെ എക്സാം പാസ്സാവും എന്നുള്ളതൊക്കെ കംപ്ലൈന്റ് വരെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് എന്താണ്, ഓക്കെ ടീച്ചർ മേ ബി ആ നെക്സ്റ്റ് ക്ലാസ് തൊട്ടിട്ട് ചിലപ്പം കുറെ കൂടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളം പറയുമായിരിക്കാം, മലയാളത്തിലേക്ക് ക്ലാസ് മാറ്റുമായിരിക്കാം എന്നൊക്കെയായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ടീച്ചർ മാറുകയില്ല. ടീച്ചർ കംപ്ലീറ്റ്ലി ടീച്ചർ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ക്ലാസ് തന്നെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലായിരുന്നു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ അത്രയും വരെയുള്ള ക്ലാസ്സുകളിൽ ഫസ്റ്റ് ടൈമാണ് ഞാനാണെങ്കിലും ഐ തിങ്ക് എന്റെ ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ പോകുന്നത്, അങ്ങനെ ഒരു ടീച്ചർ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് മനസ്സിലായി ടീച്ചർ മാറാൻ പോകുന്നൊന്നുമില്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ആവാൻ തുടങ്ങി. നമുക്ക് കുറച്ചുകൂടെ ഫ്ലുവന്റ് ആയിട്ട് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. പുതിയ പുതിയ വേർഡ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങി. ടീച്ചറുടെ പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ നമ്മളിലും, അതായത് ഞങ്ങൾ സ്റ്റുഡൻസിലും അങ്ങനെ ഒരു ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി എനിക്ക്, അതായത് ആസ് എ പേഴ്സൺ, എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ടീച്ചറുടെ ആ ഒരു എന്താ പറയാ ആ ഇൻഫ്ലുവൻസ് എന്നിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി. എനിക്കും ഇതുപോലെ ആവണം. പ്രത്യേകിച്ച് ലാംഗ്വേജിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ മേ ബി അത്ര ലാംഗ്വേജിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ടീച്ചറിന്റെ ക്ലാസ്സസ് ത്രൂ ഔട്ട് അവർക്കത് ബോറിംഗ് ആയിരുന്നിരിക്കാം, മനസ്സിലാവാതിരുന്നിരിക്കാം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് നല്ലോണം ടീച്ചർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. മേ ബി ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആവാനുള്ള ഒരു റോൾ മോഡൽ ആവാൻ പോലും എനിക്ക് തോന്നുന്നത് ടീച്ചറും പിന്നെ എൻ്റെ വേറെ കുറച്ച് ടീച്ചേഴ്സും അതിൽ ഒരു കാര്യമായിട്ടുണ്ട്. അങ്ങനെ അതായിരുന്നു എൻ്റെ ഈ ഒരു ജേർണിയിലുള്ള ഫസ്റ്റ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ടീച്ചറെ പോലെ ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ടൈം ലുബ്ന ടീച്ചർ വന്നതോടുകൂടിയാണ്.
അതിനുശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും +2 കഴിഞ്ഞു +2ലേക്ക് എത്തുമ്പോൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് എത്തുമ്പോൾ സയൻസ് എടുത്ത് പഠിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാര്യം. സയൻസ് എല്ലാവരും സയൻസ് ഗ്രൂപ്പ് എടുക്കുക പഠിക്കുക എന്നുള്ളതായിരുന്നു. ഞാനും ഇംഗ്ലീഷ് ടീച്ചർ ആവണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിന്റെ ഉണ്ടായിട്ട് പോലും ഞാൻ +2 സയൻസ് ഗ്രൂപ്പാണ് എനിക്ക് കിട്ടിയത്. സയൻസ് കിട്ടി. സോ സയൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരുന്നു. അപ്പം ബയോ മാത്സ് തന്നെ എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. എന്തിനോ അന്നറിയില്ല, ഞാൻ ഇപ്പോൾ ഉള്ള എൻ്റെ പ്രൊഫഷനും അന്ന് ഞാൻ +2 പഠിച്ച പല സബ്ജക്ട്സും എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് അത് പറയാമോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ അന്ന് പഠിച്ച ഇന്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ അല്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ റെക്കോർഡുകൾ, ഇപ്പം ബയോളജിക്കാണേലും ഞാൻ ഒരുപാട് ഡിസെക്ഷൻസ്, കോക്രോച്ചിനെയൊക്കെ ഞാൻ കൊന്ന് അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് വരച്ച്, ബോട്ടണി ആണെങ്കിലും സുവോളജി ആണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തു. ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ അന്ന് ചെയ്ത റെക്കോർഡ്സോ അല്ലെങ്കിൽ അന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി, ഡിഫറൻസിയേഷൻ, ഞാൻ പറഞ്ഞല്ലോ മാത്സ് ഒക്കെ എനിക്ക് അത്രയും ഡിഫിക്കൽട്ടായിരുന്നു. അതൊന്നും തന്നെ എനിക്ക് പിന്നീടുള്ള എൻ്റെ കരിയറിൽ ഇപ്പോൾ വരയ്ക്കും എനിക്കത് ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഉറപ്പായിട്ടും ബേസിക് ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സിലും ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്ക് വേണം. വേണ്ടെന്നല്ല, മാത്സ് ആണെങ്കിലും എന്ത് നമ്മളിപ്പോൾ ഏതൊരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിലും ഈവൻ ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ കൂടെ ടീച്ചിങ് ഫീൽഡിൽ കൂടെ നമുക്ക് പലപ്പോഴും മാത്സിന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇതുപോലത്തെ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ഇനി വേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല, ഇനിയാണെങ്കിലും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ആഗ്രഹം ഇതായിരുന്നെങ്കിൽ കൂടെ എന്റെ +2 ടൈം അങ്ങനെയായിരുന്നു. അപ്പൊ കൂടെ എനിക്ക് ഈവൻ ഞാൻ അതർ സബ്ജക്ട്സ്, ഇപ്പൊ മാത്സിലൊക്കെ ഞാൻ വീക്ക് ആണെങ്കിലും അവിടെ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടല്ലോ. ആ ഇംഗ്ലീഷ് ഉള്ള സമയത്ത് അവിടെ ഇരുന്ന് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസൈൻമെന്റ്, സെമിനാർസ്, ഡിബേറ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിക്കൊണ്ടിരുന്ന കാര്യം, എനിക്ക് എൻ്റെ ഒരു വേ അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് ആണ്. എനിക്ക് അവിടെയാണ് പെർഫോം ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടിക്കൊണ്ടുവന്നു. അങ്ങനെ +2 ശേഷം ഞാൻ ഗ്രാജുവേഷനിലേക്ക് എത്തി. ഗ്രാജുവേഷനിലേക്ക് എടുത്തപ്പോൾ മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെയാണ് ചൂസ് ചെയ്തത്. ആ സമയത്ത് പല ആൾക്കാരും പറഞ്ഞു, മലയാളം മീഡിയത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും എന്നോട് പറഞ്ഞത്, ഇംഗ്ലീഷ് എടുക്കണ്ട, ഭയങ്കര ബുദ്ധിമുട്ടാണ്, സിലബസ് ഭയങ്കര ടഫാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ലിറ്ററേച്ചർ ആണ് ചെയ്തത്. അപ്പം ഏറ്റവും ടഫാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സിലബസ് എന്ന് പറഞ്ഞു. ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെ പറഞ്ഞു. അതുപോലെ എന്താ പറയാ, ഒരു മേ ബി ഒരുപാട് അരിയേഴ്സ് വരും, സപ്ലിമെന്ററി എക്സാംസ്, സപ്ലി വരും എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് തന്നത് വേറെ ആരുമല്ല, എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ പറയുമായിരുന്നു, നീ ധൈര്യമായിട്ട് എടുക്ക് എന്ന് പറയുമായിരുന്നു, ഇംഗ്ലീഷ് എടുക്ക്, നമുക്ക് നോക്കാം, റെഡിയാക്കാം എന്ന് പറയുമായിരുന്നു. അപ്പോഴും എൻ്റെ ആ ഒരു കോൺഫിഡൻസിന്റെ പുറകിലാണ് ഇംഗ്ലീഷ് എടുത്തത്. അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ടും എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പാസ്സാവാൻ പറ്റി. ഒരു സപ്ലിമെന്ററി എനിക്ക് ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പം പോരാത്തതിന് എന്റെ സിറ്റുവേഷൻസും ആ സമയത്ത് അത്ര ഫേവറബിൾ അല്ലായിരുന്നു. എന്നിട്ടും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾക്ക് നമുക്ക് എന്തായാലും ആ ഒരു ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുമല്ലോ. അതിനൊരു ഉദാഹരണമായിരുന്നു ഞാൻ. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ജോയിൻ ചെയ്തു. MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ തന്നെയാണ് ചൂസ് ചെയ്തത്. ആ സമയത്തും ഇതുപോലെ പേടിയുണ്ടായിരുന്നു. കാരണം ഒരു പടി കൂടെ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ സിലബസ് കുറച്ചുകൂടെ ഇതാവാം, പിന്നെ ടഫാകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും. അപ്പം എന്റെ ഫ്രണ്ട്സ് എല്ലാവരും, എനിക്ക് ഒരു ഫ്രണ്ട്സ് പോലും ഇല്ലായിരുന്നു എന്റെ കൂടെ, അതായത് +2 ഉണ്ടായിരുന്നവരോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരോ ആരും തന്നെ എന്റെ കൂടെ ഡിഗ്രിക്കില്ലായിരുന്നു. അവരാരും തന്നെ PGക്ക് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോട് ഹെൽപ്പ് ചോദിക്കും, എനിക്ക് അത്ര വലിയ ധാരണയൊന്നും ഇല്ലല്ലോ, എനിക്ക് അങ്ങനെ കോൺടാക്ട്സ് ഇല്ലല്ലോ. പിന്നെ ആ സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് ഫോണോ അല്ലെങ്കിൽ അത്ര ഒന്നും അഡ്വാൻസ്ഡ് ആയിട്ടില്ല. നമ്മൾ ഇപ്പൊ ആണെങ്കിൽ നമുക്ക് എല്ലാം പഠിപ്പിക്കാൻ ഗൂഗിളുണ്ട്, യൂട്യൂബ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് അതൊന്നുമില്ല, കുറച്ച് ബുക്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം അവിടെയും ദൈവം സഹായിച്ച് പിന്നെ പഠിച്ച് ഈ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷനും എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കോളേജിൽ അപ്പം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ആക്ച്വലി
അതും ഇംഗ്ലീഷാണല്ലോ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് ചെയ്തു. ഉറപ്പായിട്ടും എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ക്ലാസ് എടുക്കേണ്ടി വന്നത്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ പഠിച്ചതൊന്നും, അതായത് ഇത്രയും വർഷം ഞാൻ ലിറ്ററേച്ചർ ആണെങ്കിൽ പോലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ പഠിച്ചു. പക്ഷെ ഇതുകൊണ്ടൊന്നും തന്നെ എൻ്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ആയിട്ടില്ല എന്നുള്ള സത്യം ഞാൻ റിയലൈസ് ചെയ്തത് കേട്ടോ. കാരണം അവിടെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് സത്യം വളരെ യങ് ആണ്. ഒന്നാമത് അധികം എക്സ്പോഷർ ഒന്നും കിട്ടിയിട്ടില്ല. ഈവൻ നമ്മുടെ എന്താ പറയാ ക്ലാസ്സിലാണെങ്കിൽ കൂടെ നമുക്ക് അങ്ങനെ ഒരുപാട് എക്സ്പോഷർ ഒന്നും ഈവൻ ഇംഗ്ലീഷിൽ പോലും നമുക്ക് സംസാരിക്കാനായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ട്, ഉറപ്പായിട്ടും കിട്ടിയിട്ടുള്ള സെമിനാർസ് ആണെങ്കിലും ഡിബേറ്റ്സ് ആണെങ്കിലും അതുപോലെയുള്ള സ്പീച്ച് കാര്യങ്ങൾ, കോമ്പറ്റീഷൻസ്, ഇപ്പം എലക്യൂഷൻസ്, അതുപോലെ എസ്സേ റൈറ്റിംഗ്, സ്റ്റോറി റൈറ്റിംഗ്, പോം റൈറ്റിംഗ്, അതുപോലെ അങ്ങനത്തെ കുറച്ച് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ കുറച്ച് എനിക്ക് അതിൽ കുറച്ച് അച്ചീവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ എനിക്ക് കമ്പാരിറ്റീവ്ലി അതർ സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ എഴുതാൻ പോലും ഒരു കോൺഫിഡൻസോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തത് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നായിരുന്നു എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവാൻ തുടങ്ങിയത്. അതുവരെ കുറച്ച് എഴുതാനൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഴുതുമായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് എഴുതാനൊക്കെ ഉള്ളതുണ്ട്, പക്ഷെ സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. അപ്പോൾ പോലും ഈവൻ ഞാനൊരു MA ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് പോലും എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ ഞാനിങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുമായിരുന്നു, എങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നത് എന്നൊക്കെ. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു രീതി. പിന്നെ അവിടെ നിന്നാണ് പിന്നീട് ഞാൻ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ അവിടെ എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി ഇംപ്രൂവ് ആവാൻ തുടങ്ങിയത്. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ എക്സ്ട്രാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് മേ ബി എന്നെ പോലെയുള്ള കുറച്ച് പേർക്കെങ്കിലും അത് റിലേറ്റ് ചെയ്യാനും അവർക്ക് ഒരു മേ ബി അത് കുറച്ചൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ജേർണിയെ കുറിച്ച് പറയുന്നത് കേട്ടോ. ആ ഒരു വിഷയത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് അതിനിടയ്ക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് എന്താ പറയുക അങ്ങനെ സംസാരിക്കാനൊരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. പിന്നീട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ നെസസിറ്റി ആയപ്പോഴാണ്, അത് മാൻഡേറ്ററി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് തമിഴ്നാട്ടിലൊരു കോളേജിലാണ്, കോയമ്പത്തൂർ ഒരു കോളേജിലാണ്. ആ സമയത്ത് എനിക്ക് അറിയാവുന്നത് മലയാളമാണ്. തമിഴ് എനിക്ക് അത്യാവശ്യം അറിയാം, എന്നാലും അത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല. പിന്നെ എനിക്കൊരു ഇഷ്ടമുള്ളത് കൊണ്ട് തമിഴ് അത്യാവശ്യം ഞാൻ ഹാൻഡിൽ ചെയ്യും. പിന്നെ അവിടുത്തെ സ്റ്റുഡൻസ് ഫുൾ തമിഴിയൻസ് ആണ്. അപ്പം ഞാൻ എടുക്കുന്ന സബ്ജക്ട്സ് ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സ്റ്റോറീസ്, ഇതുപോലെ പോം, നോവൽസ്, ഒരുപാട് ഇതുപോലത്തെയുള്ള ലിറ്ററേച്ചർ റിലേറ്റഡ് ടോപ്പിക്സ്, ക്രിറ്റിസിസംസ് എല്ലാം എനിക്ക് ക്ലാസ് എടുക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് എനിക്ക് ഒരു ഓപ്ഷനും ഇല്ല, കാരണം ഞാൻ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. എന്നാൽ എനിക്ക് തമിഴിൽ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അത്രയും ഫ്ലുവൻസി എനിക്ക് തമിഴിൽ ആ സമയത്തില്ല. അപ്പം ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമാണ്. ഇംഗ്ലീഷിൽ ഞാൻ സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് ഒരുപാട് എഫേർട്ട് എടുത്തു. ഇനി ഞാൻ അതിലോട്ട് വരാം, എങ്ങനെയൊക്കെയാണ് ഞാൻ ഇംഗ്ലീഷിൽ എഫേർട്ട് എടുത്തത്, എന്തൊക്കെ ഞാൻ ചെയ്തു, എന്തൊക്കെയായിരുന്നു ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. അതിൽ കുറേയൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈവൻ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ അത്ര ഒരു പ്രൊഫസർ പോസ്റ്റിലേക്ക് പോകാൻ മാത്രത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും എനിക്കില്ലായിരുന്നു. കാരണം ഞാനും ജസ്റ്റ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലൊരു കുട്ടിയായിരുന്നു. എനിക്കപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് ഞാൻ പർപ്പസ്ഫുള്ളി ഞാൻ കുറച്ച് എഫേർട്ട് ഇടാൻ തുടങ്ങി. കാരണം ഞാൻ ടീച്ചറാണ്, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ടീച്ചറാണ്. സോ ഞാൻ കുറച്ച് എന്താ പറയുക ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, മിസ്റ്റേക്സ് വരുത്തരുതെന്ന് ഞാൻ മാക്സിമം ശ്രദ്ധിക്കാൻ തുടങ്ങുമായിരുന്നു ചെയ്തത്. എന്നാൽ പോലും എനിക്ക് മിസ്റ്റേക്സ് വരുമായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ വരുമെങ്കിലും എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഈവൻ ഗ്രാമർ ആണെങ്കിൽ പോലും ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മാത്രമല്ല, ഒരു ലെക്ചറർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള നിലയ്ക്ക് വളരെ ഡിഫിക്കൽട്ട് ഏരിയയാണ് ഗ്രാമർ. അപ്പൊ ഈ ഗ്രാമർ പോലും ഇന്ന് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഗ്രാമർ ഹാൻഡിൽ ചെയ്യാനും ക്ലാസ് എടുക്കാനും സാധിക്കും. പക്ഷെ ആ സമയത്ത് എന്താ പറയാ ഗ്രാമറൊക്കെ ഇപ്പം എത്ര എല്ലാ ആൾക്കാർക്കാണെങ്കിലും ഗ്രാമർ എന്ന ഏരിയ കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ് അല്ലെ. അപ്പം ആ സമയത്ത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അത് നല്ലോണം
പ്രിപ്പയർഡ് ആയിട്ട് മാത്രമേ ക്ലാസ്സിൽ പോവുകയുള്ളൂ. പോയാലും ചിലപ്പോൾ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ വരും. അത് ഞാൻ അടുത്ത ദിവസം ഞാൻ റെഫർ ചെയ്തിട്ട് പറയാമെന്ന് അവർക്ക് പറയും. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ എനിക്ക് അതർ ഒരു നെക്സ്റ്റ് ക്ലാസ് അവിടെ ഉണ്ടെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് അവരെ ഡൗട്ട്സ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് എൻ്റെ ഓരോ ലെവലിലേക്ക് പോകുന്തോറും ഈ ക്ലാസ് മേ ബി ഞാൻ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഞാൻ മാറുന്നുണ്ട്. അവിടുന്ന് എൻ്റെ ക്ലാസ്സുകളും എനിക്ക് കിട്ടുന്ന സ്റ്റുഡൻസ് സ്ഥലം എല്ലാം മാറുന്തോറും ആക്ച്വലി അവിടുന്ന് എപ്പോഴും ഞാൻ ഒരു ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. അത് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു, ബിക്കോസ് എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ. എന്നാലും എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഒരു മിസ്റ്റേക്സും വരാതെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മോഡൽ, ഒരു ഐഡിയൽ ഇംഗ്ലീഷ് ടീച്ചറാണോ അല്ലെങ്കിൽ ഒരു പ്രൊഫസർ ആയിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. അതെന്റെ സ്റ്റുഡൻസ് ആണ് പറയേണ്ടത്. അപ്പോൾ പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓരോ കോളേജ് ഞാൻ സ്വിച്ച് ചെയ്യുമ്പോഴും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ മാറുന്ന സമയത്തും ഞാൻ എന്തായിരുന്നു ഞാൻ അതിൽ നിന്ന് ഒരു ലെവൽ ബെറ്റർ ആവണമെന്ന് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുമായിരുന്നു. അതിനുവേണ്ടി ഞാൻ എഫേർട്ട് കൊടുക്കുമായിരുന്നു. അതായിരുന്നു. ഇപ്പോഴും ഞാൻ പറയാൻ, ടു ബി ഫ്രാങ്ക്, ഞാൻ പറയുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയാം, ഞാൻ ഫ്ലുവൻ്റ് ആണ്, എനിക്ക് എവിടെ വേണമെങ്കിലും എന്താ പറയുക, എന്ത് വേണമെങ്കിലും എനിക്ക് അറ്റൻഡ് ചെയ്യാം ഇംഗ്ലീഷിൽ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. അതാണ് ഒരു കാര്യം. അങ്ങനെ ഈ ഓരോ ഞാൻ പറഞ്ഞല്ലോ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വിച്ച് ചെയ്യുന്ന സമയത്തും ഞാൻ എഫേർട്ട് എടുത്ത് ഞാൻ കുറേ ഇംപ്രൂവ്മെന്റ്സ് വരുത്തുമായിരുന്നു. ഞാൻ എൻ്റെ മിസ്റ്റേക്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ അതിന് ഇടയ്ക്ക് ഞാൻ IELTS എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് എക്സാം, ഒരു ഇന്റർനാഷണൽ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു. അത് ഞാൻ കോട്ടയം ഗുഡ്ഷെപ്പേൾ കോളേജിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പം എൻ്റെ കലീഗ്സ് ഒക്കെ പറയുമായിരുന്നു, ഇതുപോലെ മിസ് പോയി ഈ എക്സാം എഴുത്, എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ആ സമയത്ത് ഇതുപോലെ കാനഡയ്ക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്താലോ എന്നൊരു തോട്ടും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അത് നടന്നൊന്നുമില്ല കേട്ടോ. അത് ക്വിറ്റ് ചെയ്തു. കൊറോണ കാരണം അത് ക്വിറ്റ് ചെയ്തെങ്കിലും ഞാൻ ആ എക്സാം ഫസ്റ്റ് അറ്റൻഡ് തന്നെ അത്യാവശ്യം 7 ബാൻഡോട് കൂടി ഞാൻ ക്ലിയർ ചെയ്തു. അപ്പം അതും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ആ ഒരു എക്സാമിന് വേണ്ടി കൊടുത്തിട്ടുള്ള ടൈം അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള പ്രിപ്പറേഷൻസും എന്നെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഈ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഒരു കാര്യങ്ങൾ. ഇനി അതല്ലാതെ ഞാൻ പേഴ്സണലി കൊടുത്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ആണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, ഈ ഞാൻ പറഞ്ഞല്ലോ IELTS എക്സാം അല്ലെങ്കിൽ IELTS എക്സാം എന്ന് പറയും പൊതു ചുരുക്കി. അപ്പം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അറിയാവുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസിലേക്ക്, ചില കൺട്രീസിലേക്ക് പോകാൻ ഈ IELTS എക്സാം മാൻഡേറ്ററി ആണ്. അവിടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അസസ്മെന്റ് ആണ്. അതായത് നമ്മുടെ 4 സ്കിൽസ്, ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഏത് ലാംഗ്വേജ് ആണെങ്കിലും LSRW, ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, നമ്മൾ ഈ ഒരു 4 സ്കിൽസിൽ നമ്മൾ ഡെവലപ്പ് ആകുമ്പോഴാണ്, ഇംപ്രൂവ്ഡ് ആകുമ്പോഴാണ് നമുക്ക് ആ ലാംഗ്വേജ് അറിയാമെന്ന് പറയാം, അതായത് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം ഏതൊരു നേറ്റീവ് സ്പീക്കറും അവനവന്റെ ലാംഗ്വേജിൽ ഈ LSRW അത്യാവശ്യം നല്ല അറിയാവുന്നവരായിരിക്കും. അതിപ്പോൾ നമ്മുടെ മലയാളമാണ് നമ്മുടെ മദർ ടങ്, നമുക്ക് അത്യാവശ്യം കേട്ടാലും എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്നതാണ് അല്ലേ, എല്ലാം അറിയാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ എല്ലാ ലാംഗ്വേജിലും ഈ ഒരു 4 സ്കിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇവരും അസസ് ചെയ്യുന്നത് ഈ 4 സ്കിൽസ് ആണ്. അപ്പോൾ ഈ 4 സ്കിൽസ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ഞാൻ ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ട് റിസർച്ച് നടത്തിയതും അതിൽ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആയതൊക്കെ ആ ടൈമിലാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, ഏതൊരു ജനറലി ആണെങ്കിൽ കൂടെ നമ്മുടെ ഒരു ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു 4 സ്കിൽസും ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് മസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം.